ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഹാരീസ് ഫൈൻ ആൻഡ് സെയിൽസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ICICI ഡയറക്റ്റിനകത്തോ നമുക്ക് എങ്ങനെ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഞാൻ ലൈവായിട്ട് തന്നെ ഈ വീഡിയോ ഇൻവെസ്റ്റ് ചെയ്ത് കാണിക്കുവാണ്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാരിറ്റി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ ICICI ഡയറക്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്യണം. ഇത് അവരുടെ പുതിയ ആപ്പിൻ്റെ അപ്ഡേറ്റ് ആണ്. ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അത് കാരണം ആണ് ഞാൻ സീരിയസ് ആയിട്ട് പല വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് IPO ഒക്കെ കാണിക്കുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെനുവിൻ്റെ താഴെ മെനുവിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ്ലി ഇവിടെ IPO എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ICICI ഡയറക്റ്റിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കറോ ഏഞ്ചലിലോ അപ്സ്റ്റോക്കിലോ ഒക്കെ അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ലിങ്ക് കിടക്കുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് അക്കൗണ്ട് എടുക്കാവുന്നേ ഉള്ളൂ. എന്തെങ്കിലും സംശയമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ IPO എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ കാണാൻ IPO ബാർ ബൈബാക്ക് നടക്കുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും ഓപ്ഷൻസ് സെയിം ആണ്, മെനുസ് സെയിം ആണ്. ഞാൻ ആദ്യം ഈ വീഡിയോയിൽ IPO മാത്രമാണ് പറയുന്നുള്ളൂ. അടുത്തത് നമുക്കങ്ങനെ IPO ഞാൻ ഇതിൻ്റെ പുറകെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ബൈബാക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇവിടെ ഓപ്ഷൻ പ്ലേസ് ഓർഡർ എന്നുള്ള ഓപ്ഷൻ നോക്കുക. ഇതവിടെ ഓർഡർ ബുക്ക് കാര്യങ്ങൾ അലോക്കേറ്റ് ഫണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കവിടെ പ്ലേസ് ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പ്ലേസ് ഓർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു IPOകൾ കാണാൻ സാധിക്കും. ഗ്രാഫായിട്ട് ഇത് പുതിയ കമ്പനികളൊക്കെ ഏതൊക്കെയാണെന്ന് പോലും അറിയത്തില്ല. കിടക്കുന്ന കമ്പനികളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തു. ഗുജറാത്ത് ടാറ്റ അത് ബൈബാക്കാണ്. നിങ്ങളുടെ കാണാൻ ടേക്ക് ഓവർ എന്ന് പറഞ്ഞാണ് IPO എന്ന് പറഞ്ഞാൽ. ബൈബാക്ക് എന്ന് പറഞ്ഞാൽ ബൈബാക്കിയാണ്. ബൈബാക്കി എന്ന വീഡിയോ സെപ്പറേറ്റ് ഫുൾ ലൈവായിട്ട് ചെയ്യാതെ നമുക്ക് ഏതാ കമ്പനികൾ നമ്മൾ നോക്കുക. ഞാൻ ഈ കമ്പനിയിലാണ് ഐഡിയ ചെയ്യാനായിട്ട്. എൻ്റെ മെച്ചൂരിറ്റി വാല്യൂ ഇല്ലല്ലേ. ഓക്കെ ഫൈൻ. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ തുടങ്ങണം. പ്രൈസ് ബാൻഡ് എന്താണെന്ന് നോക്കുക. അത് ഏത് പ്രൈസിലാണ് അവർ IPO റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കുക. പിന്നെ മാക്സിമം റീറ്റെയിൽ വാല്യൂ മാക്സിമം എത്ര ഇതാണ്. അതായത് 18 കോടിയല്ലേ ഇത്. 53,000 2 ലക്ഷം 1,82,00,000 രൂപയാണ് മാക്സിമം ഇവർ IPO റിലീസ് ക്യാപിറ്റൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലോട്ട് സൈസ് 1 ആണ്. ഇത് മേടിക്കുമ്പോൾ ഒരു ക്വാണ്ടിറ്റി ഒരു ലോട്ടിനകത്ത് ഒരു ക്വാണ്ടിറ്റിയാണ് ഉള്ളത്. നമുക്കിവിടെ ചെറിയൊരു കമ്പനി ഉണ്ടായിരുന്നു. നമുക്ക് എന്താണെന്ന് നോക്കാം. പക്ഷേ ഇത് ചെറിയ കമ്പനിയൊക്കെ ചെയ്യുന്ന എപ്പോഴും സ്പേസ് ഇൻഡസ്ട്രി ലിമിറ്റഡ് റൈറ്റ് ഇഷ്യൂ ആണത് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാണാൻ റൈറ്റ് ഇഷ്യൂ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ പലത് SME IPO ഇത് 16 രൂപ 18 രൂപ വരുന്നൊരു കമ്പനിയാണ്. നെറ്റ് അവന്യൂ ടെക്നോളജീസ് ഇതൊരു ടെക്നോളജി കമ്പനിയാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല. നമുക്കത് ചെയ്ത് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾ ആരോടും ഈ കമ്പനിയിൽ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. എനിക്ക് ഈ കമ്പനിയെക്കുറിച്ച് സത്യം പറഞ്ഞാൽ അറിയത്തുമില്ല. ഞാനിതിപ്പോൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ചില സമയത്ത് IPO ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മാസം കൂടെ ചിലപ്പോൾ നല്ലൊരു റിട്ടേൺസും കിട്ടാറുണ്ട്. അത് കാരണമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ലോട്ട് ക്വാണ്ടിറ്റി എൻ്റെ 8,000 ആയിരുന്നു. അപ്പോൾ മിനിമം 8,000 ആയിട്ടാണ് പോകുന്നത്. പ്രൈസ് കിടക്കുന്നത് 18 നമുക്കതിന് കുറഞ്ഞ പ്രൈസിന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന് കറക്റ്റ് ഫിക്സ്ഡ് ആയതുകൊണ്ട് ചില കമ്പനികൾ പ്രൈസ് ബാൻഡ് കൊടുത്തു. അപ്പോൾ ഇത് 16 കൊടുക്കാൻ പറ്റുന്നുള്ളൂ. നമുക്ക് 16 കൊടുക്കാൻ പറ്റിയത് പ്രൈസ്. ഈ IPO കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അലോക്കേറ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അലോക്കേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂ കട്ട് ഓഫ് പ്രൈസ് 18 അത് ഡിസേബിൾ ചെയ്യുക. ഞാനൊരു 15 കൊടുത്ത് നോക്കാം. അപ്പോൾ അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ടോട്ടൽ നമുക്ക് വേണ്ടത് 1,44,000 രൂപയാണ് വേണ്ടത്. ഇവിടെ ക്വാണ്ടിറ്റി നമുക്ക് കുറച്ച് നോക്കാം. നമുക്കൊരു 1000 പീസ് മതി. 1000 അതിൻ്റെ 16,000 500 ഇത് കൊടുത്ത് നോക്കാം. ഇത് കൊടുക്കാൻ എന്തായാലും സംഭവിക്കത്തില്ല. കാരണം നമുക്ക് ബിഡ് പ്രൈസ് ഷുഡ് ബി ബിറ്റ്വീൻ 16 to 18. അതായത് IPOയിൽ നമ്മൾ എന്താണോ ഇവിടെ സ്ലാബ് പറഞ്ഞിരിക്കുന്നത് ആ സ്ലാബിൻ്റെ ഉള്ളിൽ എമൗണ്ട് നമുക്ക് മിനിമം 16 കൊടുക്കണം. അപ്പോൾ ഞാൻ 16 കൊടുക്കുവാണ്.
ഓക്കെ, ആൻഡ് മിനിമം ഷെയർ ദാറ്റ് ക്യാൻ ബി അപ്ലിക്കബിൾ ഈസ് 8,000. കാരണം ഒരു ലോട്ട് സൈസ് 8,000 ആണ്. ഞാൻ ഇത് ചെയ്തത് നിങ്ങൾക്ക് ഇങ്ങനെ അതിന് കുറച്ച് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 8,000 കൊടുത്തു. അപ്പോൾ നമുക്ക് മൊത്തം വേണ്ടത് ഏകദേശം 1,28,000 രൂപയാണ് നമുക്ക് ഈ മൊത്തം IPOക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ സബ്മിറ്റുള്ള ബട്ടൺ സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ ക്യാഷ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കിട്ടും. അനന്തരം അത് ബ്ലോക്ക് ചെയ്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലൈവായിട്ട് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ കുറഞ്ഞ പ്രൈസുള്ളതിൽ IPO കാണിച്ചുതരാം അല്ലേ. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ ക്ലിയർ ആയി വിചാരിക്കുന്നു. കുറഞ്ഞ പ്രൈസിലായാലും IPO ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. റൈറ്റ് ഇഷ്യൂ ആണ്, ബൈബാക്ക് ഫിക്സ്ഡ്. ഓക്കെ, ബൈബാക്കിന് വേറെ സെപ്പറേറ്റ് വീഡിയോ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ബൈബാക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ടേക്ക് യുവർ ഫിക്സ്ഡ്. ഓക്കെ, ഫൈൻ. സോ ഫ്രണ്ട്സ്, പ്രൊസീജിയർ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് IPO ഏതാ അവൈലബിൾ ഉള്ളതെന്ന് നോക്കുക. IPOയുടെ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മിനിമം കട്ട് ഓഫ് പ്രൈസ് ഉണ്ടായിരിക്കും. ഇത് ബൈ ഡിഫോൾട്ട് കിടക്കുന്ന മാക്സിമം ആയിരിക്കും. ഇതിപ്പോൾ സെയിം പ്രൈസ് ആണ്. സ്ലാബാണെങ്കിൽ മിനിമം സ്ലാബിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ, മാക്സിമം സ്ലാബിൽ അപ്ലൈ ചെയ്യാം. മാക്സിമം സ്ലാബ് അപ്ലൈ ചെയ്താണ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. ഇവിടെ ഈ ലോട്ട് സൈസ് ക്വാണ്ടിറ്റി എത്രയാണ് കാണിച്ചിരിക്കുന്നത്, അതാണ് മിനിമം എൻ്റർ ചെയ്യണേ. അതിൻ്റെ ഓർ മൾട്ടിപ്പിൾ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ടോട്ടൽ എമൗണ്ട് എത്രയാണ് ബ്ലോക്ക് ആവണമെന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ സബ്മിറ്റ് അടിച്ചേക്കുക. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ബ്ലോക്ക് ആവും. അതപ്പോൾ ഹോൾഡ് ചെയ്ത് അവർ വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് IPO കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയറുകൾ വരും. ഇപ്പോൾ നമുക്ക് IPO കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എമൗണ്ട്, ആ ഹോൾഡ് ചെയ്ത എമൗണ്ട് നമുക്ക് അവർ റിലീസ് ചെയ്ത് തരും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. IPO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ്. അതായത് ഒരു കമ്പനി ആദ്യമായിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഷെയർ മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഇത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡേറ്റ് നോക്കണം. ഒരു മിനിറ്റ്, എൻ്റെ ബാക്കിലേക്ക് വരാം. ഇത് സ്റ്റാർട്ട് ചെയ്ത് 30 നവംബർ 2023 ഇത് എൻഡ് ചെയ്ത് 14 ഡിസംബർ 2023. അതായത് ഈ ഡേറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ഡേറ്റ് കഴിയുമ്പോൾ, അതായത് 14 ഡിസംബർ കഴിയുമ്പോഴാണ് ഇതിൻ്റെ അലോക്കേഷൻ കാര്യങ്ങൾ നടക്കുന്നത്. ഇനി നമുക്ക് ഓക്കെ, ഈ മെനുവിൽ തന്നെ നമുക്ക് ബൈബാക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ക്ലിയർ ആയി വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ലൈനിൽ വെച്ചേക്കുക. അടുത്ത ഞാൻ ഇത് തന്നെ വീഡിയോ ബൈബാക്ക്, അതായത് ബൈബാക്കിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് കൃത്യമായിട്ട് ഞാൻ ചെയ്ത് തന്നെ കാണിക്കാം ഫുള്ളായിട്ട്. ഞാനിപ്പോൾ ഈ TCS എന്തായാലും ബൈബാക്ക് എൻ്റെ ഒരു 20 ക്വാണ്ടിറ്റീസ് ഉണ്ട്. കിടക്കുന്ന ആവറേജ് പ്രൈസ് 3,500 സംതിങ് ആണ്. അപ്പോൾ ഒരു 4,150 ഞാൻ ബൈബാക്കിന് അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ്. അത് ഞാൻ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, ബൈ, സീ യു.